കുടുംബത്തെ കുറിച്ചൊന്ന് പറയാം. കുടുംബം ഞാൻ 79-ലാണ് വിവാഹിതനായത്. ഇവിടെ വന്ന് 2 വർഷം കഴിഞ്ഞ് ലീവിന് പോയപ്പോൾ ഞാൻ വിവാഹിതനായി. ഭാര്യ എന്റെ നാട്ടുകാരിയാണ്, ബന്ധുവാണ്. നിലോഫർ എന്ന പേര്, നിലോഫർ. പിന്നീട് മക്കള് എനിക്ക് ആദ്യത്തെ 3 പെൺകുട്ടികളായിരുന്നു. അവസാനമാണ് ഒരു മകനുണ്ട്. ഇതിലാണ് മൂത്തയാള് 32 വയസ്സായ വിവാഹിതയാണ്. 4 കുട്ടികൾ, 4 ചെറുമക്കളും എനിക്കുണ്ട്. രണ്ടാമത്തെ മകളാണ് മരിച്ചുപോയത്. പിന്നെ മൂന്നാമത്തെ മകളുടെ വിവാഹം കഴിഞ്ഞു. എന്റെ മകൻ ഇപ്പോൾ BBAക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ദുബൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ 2 പെൺകുട്ടികളും എന്റെ കൂടെ ബിസിനസ്സിൽ തന്നെ സഹായിക്കുന്നുണ്ട്. മൂത്ത മകള് ഗ്രൂപ്പിന്റെ HR ഹെഡാണ്, പേര് മോളി. രണ്ടാമത്തെ ആള് മോണിഷ, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നു. എന്റെ ആദ്യത്തെ സണ്ണില്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, ദുബൈയിൽ ബിസിനസ് ചെയ്യുന്നു. രണ്ടാമത്തെ സണ്ണില്ല എന്റെ ഉടനെ ഒരു കമ്പനിയിൽ MD ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷമായ ഒരു കുടുംബ ജീവിതം. വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് വലിയ ദുരാഗ്രഹം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാൽ സമാധാനമായിട്ട് വീട്ടിൽ ആർക്കും അങ്ങനെ എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ഒന്നുമില്ല. വരുന്ന പോലെ വരും. അതിനുവേണ്ടി പരിശ്രമിക്കുക മാത്രമാണ് എന്റെ ഡ്യൂട്ടി. പിന്നെ ബാക്കിയുള്ളതൊക്കെ പഠിച്ചുകൊണ്ട് തീരുമാനം. അതെന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യുക, അതേ പറ്റും. ദൈവവിശ്വാസം സാർ എല്ലാ വാക്കുകളിലും പടച്ചവന്റെ പേരാണ് സാർ. അപ്പൊ ദൈവവിശ്വാസം, ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ്. മതവിശ്വാസം കുറച്ച് കുറവാണ്. പക്ഷെ എങ്കിൽ തന്നെയും ദൈവവിശ്വാസം വളരെയധികം എന്നെ ഗൈഡിങ് ഫോഴ്സ് എപ്പോഴും ദൈവവിശ്വാസമാണെന്ന് ഞാൻ കഴിയുന്നത്. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യരുതെന്നുള്ള, കഴിയുന്നതും ദൈവത്തിന് നിരക്കാത്തതും ചെയ്യരുതെന്നുള്ളൊരു പ്രതിജ്ഞ എന്റെ മനസ്സിലുണ്ട്. ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അത് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഒരു സ്വപ്നം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ദുബായിലെത്തിയ ഈ ദുബായ് വളർത്തി വലുതാക്കി ഒരു വലിയ എന്ന് വെച്ചാൽ ഇക്കടെ ഒരു സിമ്പിൾ സിറ്റി, ലളിതമായ ജീവിതശൈലിയിൽ, അല്ലെങ്കിൽ പറയുന്നത് ഞാനൊരു വലിയ വ്യവസായ പ്രമുഖൻ അല്ല എങ്കിലും ഇക്കടെ ജീവിതശൈലി കൊണ്ട് ഒരു നല്ല ഒരു വ്യവസായ പ്രമുഖനാണ് താങ്കൾ. ഇന്നിവിടെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഈ ദുബായിലെ ഈ മണ്ണിനെ കുറിച്ച് ഇപ്പൊ എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഇവിടുത്തെ ലേറ്റ് റൂളർ, അതായത് ഇന്നത്തെ പ്രസന്റ് റൂളർ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ വാപ്പ ഹിസൈന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തും. അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവിധ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ UAE മരിച്ച UAE പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് സയ്യിദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഷെയ്ഖ് സയ്യിദും ഷെയ്ഖ് റാഷിദും പിന്നെ മറ്റ് എമിറേറ്റ്സിലെ ഷെയ്ഖുമാരവരാണ്. അത് പ്രത്യേകിച്ചും ഇവിടുത്തെ പ്രസിഡന്റും ഷെയ്ഖ് റാഷിദും ഷെയ്ഖ് സയ്യിദും